ഓം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരണം മുത്തശ്ശിയൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം പ്രിയങ്ക വരണിന് ഭക്ഷണമൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം മുത്തശ്ശി വരണേ, മോനെ ദേവൻ അമ്പലത്തിലേക്ക് ഒന്ന് അത്യാവശ്യമായിട്ട് പോയതാണ് കേട്ടോ, ഉടനെ തന്നെ വരും, മോൻ ഭക്ഷണമൊക്കെ കഴിക്കും. ഈ സമയം യശോദ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അല്ല, മോനെന്താ ഭക്ഷണം കഴിക്കാത്തേ? അന്നേരം വരും പറയണേ, ഞാനങ്ങനെ അധികം ഭക്ഷണം അങ്ങനെ കഴിക്കാറില്ല, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് മുമ്പ് ഭക്ഷണം കഴിച്ചേ ഉള്ളൂ, അതുകാരണം വിശപ്പില്ല. അന്നേരം പ്രിയങ്ക പറയണേ, അക്കാര്യത്തിൽ വരൺ ഭയങ്കര കൺട്രോളിലാണ് കേട്ടോ. വരൺ മാത്രമല്ല, കണിമംഗലം വീട്ടിലെ 2-3 പേര് ഒഴിച്ചാൽ ബാക്കി എല്ലാവരും അങ്ങനെ തന്നെയാണ്. അന്നേരം മുത്തശ്ശി ചോദിക്കണേ, അല്ല ആരാ 2-3 പേര്? അതോ അത് കൽപ്പനയെടുത്തിയും ഉർവശി ചെറിയമ്മയുടെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. അവർക്ക് രണ്ടാൾക്കും ഒന്നിലൊരു കൺട്രോളും ഇല്ല. ഈ സമയം വരണാണെങ്കിൽ പണ്ട് രാധികയെ ഈ വീട്ടിൽ വെച്ച് കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക. അന്നേരം അത് വേണം മുത്തശ്ശി ചോദിക്കണേ, അല്ല മോനെന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? അന്നേരം വരൺ പറഞ്ഞേ, ഞാൻ കഴിഞ്ഞ പോയ ചില കാര്യങ്ങളൊക്കെ ഓർക്കുമായിരുന്നു. അങ്ങനെ വരൺ ഭക്ഷണം കഴിക്കുന്നത് മതിയാക്കുക കേട്ടോ. അന്നേരം യശോദ ചോദിക്കണേ, അല്ല മോൻ കഴിക്കുന്നത് നിർത്തിയോ? കുറച്ചുകൂടി കഴിക്കായിരുന്നില്ലേ? വേണ്ടമ്മേ, മതി, ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങട്ടെ, ഇവിടേക്കൊന്ന് ചുറ്റി കണ്ടിട്ട് വരാം. അന്നേരം മുത്തശ്ശി വരണേ, അതിനെന്താ പ്രിയങ്ക മോളും കൂടി വരൺ വേണ്ടി കൂടെ ചെല്ല്. അത് വേണ്ട, ഞാൻ ഒറ്റക്ക് പോയിക്കോളാം, എനിക്കതാ ഇഷ്ടം. അങ്ങനെ പറഞ്ഞ് വരൺ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ തന്നെ വീടിൻ്റെ പരിസരത്ത് അവിടെ വലുതും രാധിക മറഞ്ഞു നിൽക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് എല്ലായിടത്തും നോക്കുക കേട്ടോ. വരൺ അങ്ങനെ പുറത്തേക്ക് പോകുവാണ്. ഈ സമയം പ്രിയങ്ക ടെൻഷനോട് കൂടി നിൽക്കുക. അന്നേരം മുത്തശ്ശി വരണേ, മോളെ പ്രിയങ്കെ, നീ പേടിക്കൊന്നും വേണ്ട, അവൾ ഈ പരിസരത്തൊന്നുമില്ല. അന്നേരം യശോദ പറഞ്ഞേ, അതെ, അവളെ ആട്ടി ഓടിച്ചല്ലോ. അത് കേൾക്കുമ്പോൾ പ്രിയങ്ക ചോദിക്കുക, അമ്മയ്ക്കെന്താ അതിലൊരു വിഷമമുള്ള പോലെ? ചേച്ചിയുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട, തൽക്കാലം എൻ്റെ കാര്യം ഓർത്താൽ മതി. എന്താണെങ്കിലും മോള് കൂടെ വരണ്ട എന്ന് പറഞ്ഞു. എങ്കിലും കുറച്ച് ചെയ്യുമ്പോൾ അവൻ അന്വേഷിച്ച് പോകുന്നത് പോലെ അങ്ങോട്ടേക്ക് ചെല്ലാം, എന്നിട്ട് അവന് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. എന്താണെങ്കിലും ആ നശിച്ചവളെങ്ങാനും അവൻ്റെ കൺമുമ്പിൽ ചെന്ന് കേട്ടാ അവളെ ഞാൻ പിന്നെ വെച്ചേക്കില്ല, മോൾ അതോടത്ത് പേടിക്കണ്ട. ഈ സമയം പ്രിയങ്ക പറയണേ, അല്ലെങ്കിൽ തന്നെ വരൺ എന്തൊക്കെ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ തിരിച്ചു വരുമ്പോൾ അച്ഛൻ്റെ നാവിന്ന് ഒന്നും വരാതെ നോക്കണം. ഈ സമയം ഇതൊക്കെ കേൾക്കുന്ന യശോദ പറയണേ, കള്ളങ്ങളൊക്കെ പറഞ്ഞു കൂട്ടി ഒരു കല്യാണം നടത്തിയല്ലേ, അപ്പം ഇതുപോലെ ടെൻഷൻ അടിക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞ് യശോദ അവിടെ നിന്ന് പോകുക. ഈ സമയം മുത്തശ്ശി വരണേ, അവളങ്ങനെയൊക്കെ പറയും, മോളത് കേട്ട് കാര്യമൊക്കെ ഉണ്ടാ, നീ പിടിച്ചിരിക്കുന്നതേ പുളിങ്കൊമ്പില, ഒരിക്കലും നീ വിട്ടുകൊടുക്കരുത്. അന്നേരം പ്രിയങ്ക പറയണേ, ഇല്ല മുത്തശ്ശി, അതെനിക്കും നല്ലപോലെ അറിയാം, അവിടെ പിടിച്ചു നിൽക്കാനുള്ള സൂത്രപ്പണിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നീട് കാണിക്കുന്നത് അവിടെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന രാധികനെയാണ്. ഈ സമയം വരുൺ ആ ഒരു വഴിയിലേക്കാണ് വരുന്നത്. അങ്ങനെ നടന്നു വരുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഇരിക്കുന്നത് വരുൺ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ഈ സമയം പെട്ടെന്ന് തിരിയുമ്പോഴായിരിക്കും അത് രാധികയാണെന്നും തൻ്റെ പെണ്ണാണെന്നും വരുൺ തിരിച്ചറിയുന്നത്. അങ്ങനെ വരുൺ വേഗം തന്നെ രാധികയുടെ അരികിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഈ സമയം പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന രാധിക വരുണിനെ കണ്ട് ഷോക്കാവുകയാണ്. അങ്ങനെ വരുണും രാധിക പരസ്പരം കാണുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ രാധിക അവിടെ നിന്ന് ഓടിപ്പോകുക. അന്നേരം വരുണ് പിന്നാലെ ഓടുക. എടോ നിൽക്ക്, എനിക്ക് തന്നോട് സംസാരിക്കണം, നിൽക്ക്. അങ്ങനെ പറഞ്ഞ് രാധികയുടെ പിന്നാലെ തന്നെ ഓടുക. അങ്ങനെ രാധിക ഓടി ഒരു പാറയുടെ മുകളിലേക്ക് ഓടിപ്പോകുവാണ് കേട്ടോ. ഈ സമയം വരുൺ രാധികയുടെ പിന്നാലെ തന്നെ വേഗം ഓടി കൈ കയറി പിടിക്കുക. അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്, എങ്ങോട്ടേക്കാണ് ഓടുന്നത്? ഇനി നീ ഇങ്ങനെ എൻ്റെ കൺമുമ്പിൽ നിന്ന് ഒളിച്ചോടാൻ ഞാൻ സമ്മതിക്കില്ല. എങ്ങോട്ടേക്കാണ് താനീ ഓടുന്നത്? എനിക്ക് നിന്നോട് സംസാരിക്കണം. എന്തിനാ നീ എന്നിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്? എനിക്ക് പോകണം, എന്നെ വിട് എന്നൊക്കെ രാധിക കുറേ തവണ പറയുവാണ് കേട്ടോ. ഈ സമയം വരുൺ പറയണേ, ഇല്ല, നിന്നെ ഞാൻ വിടില്ല, ഇതെനിക്ക് ദൈവമായിട്ട് തന്ന അവസരമോ. വരണം അങ്ങനെ രാധികയുടെ കവിളി പിടിക്കുക. നീ എവിടേക്ക് എന്നിൽ നിന്ന് ഓടിപ്പോകുന്നത്? നീ എവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്? എന്തിനാ നീ എന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നത്? പറ, എല്ലാം എനിക്കറിയണം. എന്താ നിൻ്റെ പേര്? അന്നേരം രാധിക പറയണേ, ഇല്ല, ഞാൻ പറയില്ല. എന്നെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതും എന്നെ ഇങ്ങനെ തിരഞ്ഞു നടക്കുന്നതും എനിക്കിഷ്ടമല്ല. അത് കേൾക്കുമ്പോൾ വരണം അങ്ങ് ദേഷ്യം വരുക. കള്ളം, പച്ചക്കള്ളം, നിനക്ക് എന്നെ ഒത്തിരി ഇഷ്ടം, അതെനിക്ക് നല്ലപോലെ അറിയാം. നിൻ്റെ ഉള്ളിൽ എന്നോടുള്ള ഇഷ്ടമുണ്ട്, അതെനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പറ, നീ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? എവിടെയാണ് നിൻ്റെ വീട്? ഇല്ല, ഞാനതൊരിക്കലും പറയില്ല. വെറുതെ എൻ്റെ പിന്നാലെ നടക്കണ്ട, നമ്മൾ തമ്മിൽ ഇനി കാണേണ്ട കാര്യമില്ലല്ലോ. അന്നേരം വരുൺ പറയണേ, ഉണ്ട്, നീ എൻ്റെ പെണ്ണ, നിർത്ത്, എനിക്കത് കേൾക്കണ്ട എന്ന് രാധിക പറയുവാണ് കേട്ടോ. അത് കേൾക്കുന്നതും വരുൺ അങ്ങ് ദേഷ്യം വരുക. അന്നേരം വരുൺ പറയണേ, ശരി, ഇത്രയും കാലം നിന്നെ തിരിഞ്ഞു നടക്കുമ്പോൾ മനസ്സിൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു, നിന്നെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ, നിന്നെ ഒരിക്കലും സ്വന്തമാക്കാനായില്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കി കളയാമെന്ന്. ഇപ്പോൾ എന്താണെങ്കിലും അതിന് പറ്റിയ സമയം, നിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ എൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ പോകുക. അങ്ങനെ പറഞ്ഞ് വരുൺ ആ പാറയുടെ മുകളിലേക്ക് ഓടിക്കേറി പോകുവാണ് കേട്ടോ. പിന്നാലെ തന്നെ രാധിക ചെല്ലുക. അയ്യോ നിൽക്ക്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, പ്ലീസ് പോവല്ലേ എന്ന് പറഞ്ഞ് രാധിക കരഞ്ഞുകൊണ്ട് വരുണിൻ്റെ പിന്നാലെ തന്നെ ഓടിക്കേറുവാണ്. അങ്ങനെ വരുൺ ആ പാറമുടയുടെ ഏറ്റവും മുകളിലെത്തിയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, നോക്ക്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ഏറ്റവും മുകളിലാണ്. ഇവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിനക്കെന്നെ കാണേണ്ടി വരില്ല. പൊക്കോ, നീ പൊക്കോ, നിൻ്റെ മനസ്സിൽ ഞാൻ ഇല്ല എന്നല്ലേ പറഞ്ഞത്. ഇനി ഒരിക്കലും നിനക്ക് എൻ്റെ മുഖം കാണേണ്ടി വരില്ല. എങ്ങോട്ടാന്ന് വെച്ചാൽ നീ പൊക്കോ. അന്നേരം രാധിക കരഞ്ഞു പറയണേ, പ്ലീസ് അങ്ങനെയൊന്നും ചെയ്യല്ലേ, വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത്. അത് കേൾക്കുമ്പോൾ വരുൺ പറയണേ, എടോ ഇത് അബദ്ധമൊന്നുമല്ല, എൻ്റെ ജീവിതമാണ്, അത് ഞാൻ നശിപ്പിക്കേണ്ടത് നിൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ്. അന്നേരം രാധിക പറയണേ, അയ്യോ എന്നിങ്ങനെ കൊല്ലല്ലേ,
നിങ്ങളെ വിവാഹം കഴിച്ച ആളല്ലേ, എന്തിനാണ് നിങ്ങൾ വെറുതെ നിങ്ങളുടെ ഭാര്യയെ വേദനിപ്പിക്കുന്നത്? ആ കുട്ടി അവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമല്ലേ? അന്നേരം വരുൺ പറയണേ, ഏത് ഭാര്യ? ഞാൻ അവളുടെ കഴുത്തിലല്ലേ താലി കെട്ടിയത്. ഞാൻ താലി കെട്ടിയത് നിന്റെ കഴുത്തിലാ. അത് നിനക്കും നല്ലപോലെ അറിയാം. എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണേ ഉള്ളൂ, അത് ഞാൻ താലി കെട്ടിയ നീ മാത്രമായിരിക്കും. അന്നേരം രാധിക പറയണേ, അയ്യോ അങ്ങനെയൊന്നും പറയരുത്, ദൈവദോഷം കിട്ടും. ആ പെൺകുട്ടിക്ക് പിന്നിൽ ഒരു കുടുംബമുണ്ട്, അവളുടെ നല്ല ഭാഗ്യം വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അച്ഛനും അമ്മയുണ്ട്. അവരെയൊന്നും വിഷമിപ്പിക്കരുത്, ഞാൻ കാല് പിടിക്കാം. അന്നേരം വരുൺ പറയണേ, എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ ഇവിടുന്ന് താഴേക്ക് ചാടാതിരിക്കണമെങ്കിൽ എനിക്ക് കേൾക്കേണ്ടത് മറ്റൊന്നാ. നീ എന്നെ ഇഷ്ടപ്പെടുന്നു നീ എന്നോട് പറയണം. നീ എൻ്റെ കൂടെ ജീവിക്കാമെന്ന് സമ്മതിക്കണം. എന്നാൽ മാത്രമേ ഞാനൊരു തീരുമാനം മാറ്റൂ. അന്നേരം രാധിക പറയണേ, ഇല്ല അതെനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്നാ നീ കണ്ടോ, ഞാൻ ഇപ്പം ചാടാൻ പോകുക. അയ്യോ പ്ലീസ് അങ്ങനെയൊന്നും ചെയ്യല്ലേ. ഞാൻ ഒരു മിനിറ്റ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ജീവിക്കാൻ പോലും അർഹതയില്ലാത്തവളാ ഞാൻ. എൻ്റേത് ഒരു പാപജന്മമാണ്. ജീവിതത്തിൽ ദുരന്തങ്ങളല്ലാതെ മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആ കുടുംബം അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അവിടെയുള്ളവരൊക്കെ പാവങ്ങളാ. അവരുടെ കണ്ണ് നിറയിപ്പിക്കരുത് നിങ്ങൾ. പ്ലീസ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. അന്നേരം വരുൺ പറയണേ, എനിക്ക് മറ്റുള്ളവരുടെ സങ്കടങ്ങളെക്കുറിച്ചൊന്നും അറിയണ്ട. കുറേ നാളായിട്ട് എൻ്റെ മനസ്സ് കലങ്ങി മറിഞ്ഞിരിക്കുക. അതിന് കാരണം എന്താണെന്നറിയോ? അതിന് കാരണം നീ മാത്രമാണ്. നിന്റെ കണ്ടെത്താൻ പറ്റാത്തതിൻ്റെ ടെൻഷനിലും വിഷമത്തിലുമായിരുന്നു ഇത്രയും നാൾ ഞാൻ. എനിക്ക് മരിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല, ജീവിക്കണമെന്ന് ആഗ്രഹം. കുറേ നാൾ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് വേണ്ടത് നിന്റെ സമ്മതമാണ്, നിന്റെ ഒരു വാക്കാണ്. പക്ഷെ നീ അത് പറയുന്നില്ലല്ലോ. അന്നേരം രാധിക പറയണേ, എൻ്റെ ഈശ്വര, ഇനി ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ എങ്ങനെയാണ് നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? അന്നേരം വരുൺ പറയണേ, നോക്ക്, ഇനി നീ പറയുന്നൊന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ ചാകാൻ പോകുക. അങ്ങനെ പറഞ്ഞ് വരുൺ പാറേൻ്റെ അരികിലേക്ക് നീങ്ങുക. ഈ സമയം രാധിക ഓടിച്ചെന്ന് വരുണിൻ്റെ കൈ പിടിക്കണേ. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ട, എനിക്കിനി നിൻ്റെ സംരക്ഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞ് രാധികയുടെ കൈ തട്ടി മാറ്റുകയാണ് കേട്ടോ. അന്നേരം രാധിക വേഗം തന്നെ വരുണിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയം വരുണും രാധികയെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ രാധിക വരുണിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നായിരിക്കും ആ പാറമുകളിലേക്ക് കയറി വരുന്ന പ്രിയങ്കയെ രാധിക കാണുന്നത്. അത് കാണുന്നതും രാധിക പറയണേ, അയ്യോ പ്രിയങ്ക വരുന്നു, നിങ്ങൾ അങ്ങോട്ട് ചെല്ലി പ്ലീസ്. അന്നേരം വരുൺ രാധികയെ ചേർത്ത് പിടിക്കണേ. എന്തിന്? അവൾക്ക് പകരം ഞാൻ തലയിട്ടത് നിന്നെയാണെന്ന് അവളും അറിയട്ടെ. നീ വാ, നിന്റെ കൂടെ ജീവിക്കാൻ പോകുന്നതെന്ന് ഞാൻ അവളുടെ മുമ്പിൽ വെച്ചെന്ന് പറയും. അന്നേരം രാധിക പറയണേ, ദയവേത് ഞാൻ പറയുന്നത് കേൾക്ക്, നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. ഇതൊരിക്കലും അവൾ അറിയരുത്. നിങ്ങൾ മര്യാദക്ക് അങ്ങോട്ട് ചെല്ലുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മരണത്തിന് തയ്യാറായതുപോലെ ഞാൻ തയ്യാറാവും. ഞാൻ ഈ പാറൻ്റെ മുകളിൽ നിന്ന് എടുത്തു ചാടും. പ്ലീസ് ഒന്ന് അങ്ങോട്ടേക്ക് ചെല്ല്, അവളെന്നെ കാണരുത്. പൊക്കോ, ദേ അവൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് രാധിക പാറൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുവാണ് കേട്ടോ. പ്ലീസ് ഒന്ന് പോ. അന്നേരം വരുൺ പറയണേ, ശരി ഞാൻ ഇപ്പോൾ പോകാം, പക്ഷേ എനിക്ക് നിന്നോട് സംസാരിക്കണം. എവിടെ വെച്ച് കാണാൻ പറ്റും? അയ്യോ നിങ്ങളിപ്പോൾ ആദ്യം നിന്ന് പോ. ഞാനേ നാളെ അമ്പലത്തിൻ്റെ അവിടെ വന്ന് കാത്തു നിൽക്കും. നീ അവിടെ വരണം, എനിക്ക് നിന്നോട് സംസാരിക്കണം. നീ അവിടെ വന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് ഒരു തരി പോലും സ്നേഹമില്ലെന്ന് ഞാൻ വിചാരിക്കും. പിന്നീട് നിമിഷം പോലും ഞാൻ ഈ ഭൂമിയിൽ ജീവനോടിരിക്കില്ല. ഈ സമയം അവിടെ നിൽക്കുന്ന വരുണിനെ പ്രിയങ്ക കാണുവാണ് കേട്ടോ. വരുൺ, ഞാൻ അങ്ങോട്ട് വരട്ടെ? വേണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം. വേണ്ട വരുൺ, ഞാൻ അങ്ങോട്ട് വരാം. അവിടെ നിൽക്കുന്ന നല്ല കാഴ്ച കാണാൻ പറ്റും. അന്നേരം രാധിക പറയണേ, വേഗം പോ, അവൾ ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ. അങ്ങനെ വരുൺ പറയണേ, വേണ്ട ഞാൻ ഇറങ്ങാൻ പോകുക. അങ്ങനെ പറഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി ചെല്ലുവാണ്. ഈ സമയം പ്രിയങ്ക ചോദിക്കണേ, എന്താ അവിടുത്തെ കാഴ്ചയൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായി. ഞാൻ ഒത്തിരി കാണാൻ ആഗ്രഹിച്ച കാഴ്ചകളാണ് എനിക്ക് കാണാൻ പറ്റിയത്. അല്ല, അവിടെ വേറെ ആരെങ്കിലും ഉണ്ടായോ? ഇല്ലല്ലോ, ഞാൻ ഒറ്റക്കായിരുന്നു എന്ന് വരുൺ പറയുവാണ് കേട്ടോ. അങ്ങനെ പ്രിയങ്കയുടെ കൂടെ വരുൺ അവിടെ നിന്ന് പോകുവാണ്. പോകുന്നതിന് മുമ്പ് വീണ്ടും പലതവണ വരുൺ തിരിഞ്ഞ് രാധികയെ നോക്കുവാണ് കേട്ടോ. അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോകുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ അവിടെ പാറമടയിലിരുന്ന് സങ്കടപ്പെടുക. ഈശ്വര, എന്തിനാ എന്നെ നീ വീണ്ടും ഇങ്ങനെ പരീക്ഷിക്കുന്നത്? നിനക്കെന്നെ പരീക്ഷിച്ച് മതിയായില്ലേ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് അവിടെ നിന്ന് കരയുവാണ്. പിന്നീട് കാണിക്കുന്നത് വരുണും പ്രിയങ്കയും മുത്തശ്ശിയും ദേവനും ഒക്കെ ചേർന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നതാണ് കേട്ടോ. മോനെന്നാലും പാറമടയിലേക്കൊക്കെ പോയല്ലേ? ആ പാറയുടെ മുകളിൽ പരിചയമില്ലാത്തവരൊക്കെ പോയാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അന്നേരം വരുൺ പറയണേ, എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഞാൻ ആഗ്രഹിച്ചതൊക്കെ കണ്ടു തീർത്തത് അവിടെ വെച്ചാ. അന്നേരം പ്രിയങ്ക പറയണേ, വരുണിനെക്കുറിച്ച് കണിമംഗലത്തുകാരൊക്കെ പറയുന്നത് കേൾക്കണോ വെച്ചാൽ ക്യാമറയും കൊണ്ട് ഒരിടത്തേക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വരൻ്റെ പൊടി പോലും കാണാൻ പറ്റില്ല. പിന്നെ നാടോ വീടോ ഒന്നുമില്ല, എല്ലാം മറന്നു കളയും. അന്നേരം മുത്തശ്ശി പറയണേ, ഇനിയിപ്പോൾ മോൻ്റെ യാത്രകളിൽ മോളെ കൂടി കൂട്ടാലോ, കൂടുതൽ രസകരമാവില്ലേ? അന്നേരം വരുൺ പറയണേ, എനിക്കതിഷ്ടമല്ല. എനിക്ക് ഇതുപോലെ ഫോട്ടോ എടുക്കാനൊക്കെ ഒറ്റയ്ക്ക് പോകുന്നതാണ് ഇഷ്ടം. അതാണ് അതിൻ്റെ ഒരു രസം. അന്നേരം ദേവൻ പറയണേ, മോണിത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നമ്മുടെ ഭാസ്കരൻ നായരുടെ മരുമോനില്ലേ, എന്താ പേര്? ദേവേന്ദ്ര പ്രതാപ്. അയാളും ഇതുപോലെ ഒരു കക്ഷിയാ. പക്ഷെ ഇങ്ങനെയൊന്നും അല്ലട്ടോ, അത് കുറച്ച് നീണ്ട യാത്രയെ. പോയി കഴിഞ്ഞാൽ 1-2 മാസം കഴിഞ്ഞ് തിരിച്ചു വരുള്ളൂ. അന്നേരം പ്രിയങ്ക പറയണേ, പക്ഷെ വരുണിനെ ഞാൻ അങ്ങനെയൊന്നും വിടില്ല കേട്ടോ. എന്നാൽ വരുണിന് പ്രിയങ്കയുടെ ഈ സംസാരമൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഈ സമയം വരുൺ ചോദിക്കണേ, ഭക്ഷണത്തിനൊക്കെ നല്ല രുചിയുണ്ട്, അല്ല ആരാ ഇതുണ്ടാക്കിയത്? അന്നേരം ദേവൻ പറയണേ, അതും ഇതെല്ലാം മോളുണ്ടാക്കിയതാ. ഈ സമയം രാധികയാണെങ്കിൽ വീടിൻ്റെ പിന്നാമ്പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടാവും. അങ്ങനെ അവിടെ നിന്ന് ഇവരുടെ സംസാരമൊക്കെ കേൾക്കുവാണ്. ഈ സമയം വരുണിന് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറയണേ, ദേവൻ ഉദ്ദേശിച്ചതേ പ്രിയങ്കമോളുടെ കാര്യവും, ഇതെല്ലാം പ്രിയങ്കമോളെ ഉണ്ടാക്കിയത്.
അത് കേട്ട് ദേവനൊന്നും ഇങ്ങനെ ഞെട്ടിയ പോലെ നിൽക്കുവാണ്. ഈ സമയം വരനാണെങ്കിൽ മറ്റെന്തോ സംശയങ്ങളും തോന്നുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്